അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ കാലഘട്ടം, ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്ന കാലാവസ്ഥയുടെ ഒരു ഭാവം എന്ന് പറയുന്നത് കോരിച്ചൊരിയുന്ന മഴയാണ്. മഴയെക്കുറിച്ച് പാടി പുകഴ്ത്താത്ത കവികളോ അല്ലെങ്കിൽ മഴയുടെ വ്യത്യസ്ത ഭാവങ്ങളെക്കുറിച്ച് സംസാരിക്കാത്ത ചിന്തകന്മാരോ അതിഭാവുകത്വത്തോടുകൂടി മഴയെ നോക്കിക്കാണാത്ത സാഹിത്യ സർഗധനരായ ആളുകളോ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു മഴ, ആ മഴ എത്രത്തോളം സൗന്ദര്യമുള്ളതാണെങ്കിലും ആ സൗന്ദര്യത്തിന് പിന്നിൽ അടങ്ങിയിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ ചില കാര്യങ്ങൾ കടന്നു പോവേണ്ടതുണ്ട്. ഒന്നാമതായി, ഖുർആനിൽ പല സ്ഥലങ്ങളിലായി മഴയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വനസ്സൽനാ മിനസ്സമാഇ മാഅ മുബാറക വഅൻസൽനാ മിനസ്സമാഇ മാഅ. ആകാശത്ത് നിന്ന് അള്ളാഹു മഴ മനുഷ്യന് വർഷിപ്പിച്ചു തന്നു. ഈ മഴത്തുള്ളികൾ തീർച്ചയായും അന്തരീക്ഷത്തിൽ രൂപം കൊള്ളുന്നു. ഈ മഴത്തുള്ളികൾ അന്തരീക്ഷത്തിലൂടെ താഴോട്ട് വരുന്ന സമയത്ത് തീർച്ചയായും അതിൻ്റെ വേഗത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ വേഗത വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വേഗതയെ തടുത്തു നിർത്തുന്ന രണ്ട് ബലങ്ങൾ പ്രകൃതിയിലുണ്ട്. ഒന്ന്, അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ അപ്ത്രസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന മുകളിലേക്ക് കൊടുക്കുന്ന ഒരു ബലം. അതേപോലെയുള്ള വിസ്കോസിറ്റി അല്ലെങ്കിൽ ശ്യാനബലമെന്നും സ്നിഗ്ധബലം എന്നൊക്കെ നമ്മൾ പറയുന്ന മറ്റ് രണ്ട് ബലങ്ങൾ. ഈ രണ്ട് ബലങ്ങൾ മഴത്തുള്ളി സഞ്ചരിക്കുന്ന ദിശയുടെ വിപരീത ദിശയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി ആ മഴത്തുള്ളിയുടെ വേഗത അമിതമാവാതിരിക്കുകയും അത് ഒരു സമാന വേഗതയിൽ, വളരെ കുറഞ്ഞ ഒരു സമാന വേഗതയിൽ മാത്രം താഴോട്ട് വീണുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ അന്തരീക്ഷത്തിൻ്റെ ഈ ഒരു സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ, ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഉപരിലോകത്തിന് ഈ ഒരു പ്രത്യേകത അള്ളാഹു നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വീഴുമ്പോൾ അത് മനുഷ്യന് വളരെയേറെ അസ്വസ്ഥത ഉളവാക്കുമായിരുന്നു. ഉയർന്ന തലങ്ങളിലുള്ള ഉയരങ്ങളിൽ നിന്ന് വരുന്ന മേഘങ്ങൾ, കാരണം മേഘങ്ങൾ പല തരത്തിലുണ്ട്. താഴ്ന്ന മേഘങ്ങളും അതേപോലെ മധ്യമ മേഘങ്ങളുണ്ട്. അതേപോലെ അന്തരീക്ഷത്തിൻ്റെ ഉന്നതികളിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളുണ്ട്. അത്തരം മേഘങ്ങളിൽ നിന്നും വരുന്ന മഴത്തുള്ളികൾ ഒരു പക്ഷേ മനുഷ്യന് പരിക്കുകൾ സമ്മാനിക്കുന്ന, പ്രകൃതിക്ക് ഒട്ടേറെ നാശനഷ്ടങ്ങൾ വരുത്തുന്ന രൂപത്തിൽ അതിൻ്റെ വേഗത വർദ്ധിക്കുമായിരുന്നു ഈ അന്തരീക്ഷം ഇല്ലായിരുന്നെങ്കിൽ. പറഞ്ഞു വരുന്നത്, ഭൂമിയുടെ ചുറ്റുമുള്ള ഉപരിലോകം തീർച്ചയായും നമ്മെ സംരക്ഷിക്കുന്ന ഒരു മേൽക്കൂരയായി പ്രവർത്തിക്കുന്നു എന്നാണ്. മഴത്തുള്ളിയുടെ വേഗത കുറയ്ക്കുകയും നമ്മളിന്ന് ടെർമിനൽ വെലോസിറ്റി എന്നെല്ലാം പറയുന്ന ആ ഒരു തലത്തിലേക്ക് അതിൻ്റെ വേഗത കുറച്ചു കൊണ്ടുവരികയും ചെയ്യുന്നത്, മനുഷ്യന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രൂപത്തിൽ ഈ മഴത്തുള്ളിയുടെ വേഗതയെ ക്രമീകരിക്കുവാൻ ഇടപെടുന്നത് തീർച്ചയായും ഭൂമിയുടെ ചുറ്റുമുള്ള ഉപരിലോകമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഖുർആനിൽ വസ്സമാഅ ബിനാഅൻ വഅൻസൽനാ മിനസ്സമാഇ മാഅൻ, ആകാശത്തെ അല്ലെങ്കിൽ ഉപരിലോകത്തെ നാം ഒരു മേൽക്കൂരയാക്കി എന്നും അതിനുശേഷം മേൽക്കൂരയാക്കി എന്ന് പറഞ്ഞതിന് ശേഷം അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹു മഴയെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്ത ആ ഒരു പരാമർശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായും ഈ ഒരു അത്ഭുതം നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു അത്ഭുതം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഖുർആനിൻ്റെ ആ ദൈവികതയാണ് നമ്മുടെ മനസ്സിലേക്ക് കൂടിയെത്തുന്നത്. തീർച്ചയായും ഈ ഒരു മഴ എന്ന ഒരു പ്രതിഭാസത്തിലൂടെ തന്നെ അതിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ സൃഷ്ടാവിനെ കണ്ടെത്താൻ സാധിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.